ഗൈസ്, വെൽക്കം ബാക്ക് ടു A4 ആദി. ഇന്ന് നമ്മൾ പാലക്കാടിൽ ഞാനിപ്പോൾ ഉണ്ട്. ഈ വീടാണ് വ്ളോഗ് ചെയ്യാൻ പോണത്. ഒരു പുതിയ ഗസ്റ്റ് ഉണ്ട്, ഇപ്പം കാണിച്ചു തരാം. നമ്മുടെ പുതിയ ഗസ്റ്റ് ഇതാണ് പാറ ചേച്ചി. ഒരു ചാനൽ ഉണ്ടായിരുന്നു പണ്ട്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ചെമ്പ്ര ഹൗസ്. പഴയ വണ്ടിയായിരുന്നു, ഇപ്പൊ ഇതാണ് എസ് ക്രോസ്. ഇതാണ് വണ്ടി, ഇതാണ് നമ്മുടെ വീട്. ഇതാണ് എൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ വീട്, ചെമ്പ്ര ഹൗസ്. നമ്മുടെ വീടിന്റെ പേര് കൃപ. ഇതൊരു സെൻസറാണ്, ഇത് ചിലപ്പോൾ വർക്കാവും അല്ലേ? ചിലപ്പോൾ വർക്കാവില്ല, രാത്രി ആയാലേ വർക്കാവുള്ളൂ. ഫസ്റ്റ് നമുക്ക് പുറത്തൊക്കെ കാണിക്കാം. ഇതൊക്കെ ഇവിടെ ഒരു പൂന്തോട്ടം പോലത്തെ സ്ഥലമാണ്. ഇതൊക്കെ ഭയങ്കര ഷോയിന് വെച്ചിരിക്കുകയാണ്, പക്ഷേ ഇതില് മീനൊന്നുമില്ല. ഇതില് മീനുണ്ടോന്ന് ആർച്ചേച്ചിന്റെ അടുത്ത് തന്നെ ചോദിക്കണം. ഇതില് മീനില്ല, ഇതിലാ ഫുൾ ആമ്പല് പോലെ. ചിലതിലൊക്കെ മീനുണ്ടാവും, പക്ഷെ മീൻ അങ്ങനെയൊന്നും കാണില്ല. ഗപ്പിയല്ലേ? ഗപ്പി തന്നെ, എനിക്കറിയില്ല കേട്ടോ. ചില ആമ്പൽമുട്ട് വന്നിരുന്നു. ആമ്പലൊക്കെ ഇപ്പൊ മഴ ആയതുകൊണ്ട് വലിയതില്ല, സാധാരണ വരാറുണ്ട്. ഇതുണ്ടാ പിടിച്ചിരിക്കണം. ഇവിടെ കൊറേ ആയി ഗൈസ്. ഇവിടെ ഇപ്പൊ വേറൊരു ശല്യം വന്നിട്ടുണ്ട്, പൂച്ച ശല്യം. അത് അവിടെ ഒരു ചെറിയ ആമ്പൽമുട്ടുണ്ട്. അവിടെ ഇതിലാണ് പകുതി സമയത്തും ആമ്പൽ ഉണ്ടാവാറുള്ളത്. ഇതിൽ ഇന്ന് അതാ ഒരു കുഞ്ഞത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മഴ കാരണം അങ്ങനെ പൂക്കൊന്നുമില്ല, കുറച്ച് പൂക്കുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതാണ് അവിടെ ഗേറ്റ്. ഇതൊക്കെ പുതിയതാക്കിയതാണ്. പണ്ട് ഇതൊക്കെ ഓറഞ്ച് കളറായിരുന്നു, ഇപ്പൊ അത് മാറ്റിയതാണ്. ഇത് നമ്മുടെ നമ്മുടെ സ്ഥലം തിരുവേഗപ്പുറ, ചെമ്പ്ര, ആലിഞ്ചോട്. എന്റെ വീട്ടിൽ വരുന്നത്. ഇവിടെ കുറച്ച് ടൈൽസ് ഒക്കെ ഉണ്ട്, ബിക്കോസ് ഇവിടെ ഈ അടുത്താണ് ഈ വീട് പണി കുറച്ചും കൂടി റെനോവേഷൻ പോലെ ചെയ്തത്. അപ്പൊ അതിന്റെ ബാക്കിയാണ്. ഇവിടെയും കുറേ ചെടിയൊക്കെ ഉണ്ട്. ഇനി ഇത് ബാക്ക് യാർഡാണ്, കുറച്ച് ഗ്യാരേജ്. ഇത് സ്റ്റോർ റൂം പോലെ. സ്റ്റോർ റൂമല്ല, ഈ വിറക്, കിണറ്, ബ്ലൂ കളർ അത്ര ഇതില്ല. അപ്പൊ ഇതില് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല, കുറച്ച് കാണാം. ഇതാ ഇനി നമുക്ക് പാർച്ചേച്ചി നമുക്ക് മറ്റേ സൈഡിലോട്ട് പോവാം. ഇതൊരു സ്റ്റോർ റൂമാണ്. ഇവിടെയൊക്കെ നല്ല തലയിടിച്ച് വീഴും, നല്ല വഴുക്കലാണ് ഗൈസ്. ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് ഇത് നമ്മുടെ പുതിയ വണ്ടി കിടക്കുന്നു. ഇനി നമുക്ക് ആ സൈഡിൽ പോവാം. ഇങ്ങനെ പോയിട്ട് ഇവിടെയൊക്കെ പട്ടികളൊക്കെ ഉണ്ട്, എന്നിട്ട് സൂക്ഷിക്കണം. ഇതൊക്കെ ചുമ്മാ ചെടീൻ്റെ ഇതൊക്കെയാണ്. എന്നിട്ട് ഇത് ഇവിടെയൊക്കെ സ്ഥലങ്ങളാണ്. ബാക്കിലോട്ടൊന്നും പ്രത്യേകിച്ചില്ല, ബാക്കൊക്കെ ഡേഞ്ചറസ് ആണ്. പണ്ട് ഇവിടെ പട്ടിയൊക്കെ കാണും, എപ്പോൾ വേണമെങ്കിലും വരും. പൂച്ച ശല്യമാണ്. പൂച്ചേനെ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഓവറാണ്. അങ്ങ് കയറി അങ്ങ് വരും. ഇവിടെ പൂച്ചേനെ ശല്യമാണ്. ഇന്നലെ നമ്മൾ മന്തി വാങ്ങിച്ചു, ഇന്ന് ബാക്കി വന്ന് എന്തൊക്കെയോ ഇട്ട് കൊടുത്തപ്പോഴേക്കും പൂച്ചേൻ്റെ ആർമി ആയിരുന്നല്ലേ. ഇനി നമുക്ക് അകത്തോട്ട് പോവാം. ഇതാണ് നമ്മുടെ സിറ്റിംഗ് ഏരിയ. ഇത് ചെയറുണ്ട്, മറ്റേ ചെയറുണ്ട്, ഈ ചെയറും ഉണ്ട്. ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പൊ അത് ആരും യൂസ് ചെയ്യില്ല. അതൊക്കെ ഇരുന്ന് സുഖിച്ചില്ല, അല്ലെ മഴയായിരുന്നു. ക്യാമറമാന് തുമ്മലാണ്. ഇതാണ് പൂജാ റൂം അല്ല, ലിവിംഗ് റൂം എന്ന് പറയാൻ. രണ്ടും ഒരുമിച്ചുള്ളതുണ്ട്. ഇത് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ടി വി റൂം എന്നാണ് ശരിക്കും ഇത് പറയാ. ഇവിടെ ആണെങ്കിൽ നമുക്ക് കടക്കാം,
ഇല്ലെങ്കിൽ ചിരിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ടോ ലിവിങ് റൂം. ഫോട്ടോ. ഇത് ചേച്ചി ഗുരുവായൂരില് ഡാൻസ് കളിച്ചു. എന്നിട്ട് ഇവിടെ അച്ഛൻ കിടക്കുന്ന റൂമാണ്. ഇതൊരു നെറ്റ് പോലത്തെ സ്ഥലം. ഇത് മരുന്നൊക്കെ, ഇത് ഫോണ്, ഇത് മതില്. നെക്സ്റ്റ് റൂം. കുറേ ഇതൊക്കെയാണ് സെറ്റപ്പ് ആയിരുന്നു. ഇവിടെ പണ്ട് വേറെ ടൈപ്പ് ആയിരുന്നു. ഇപ്പോൾ റെനോവേഷനൊക്കെ. ഇതാ ഒരു ബുദ്ധ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇതൊരു കിളീൻ്റെ സ്ഥലം പോലത്തെ. ഇതൊരു ഡാൻസ് കളിക്കുന്ന പോലത്തെ. ഇതാണ് ഡൈനിങ് റൂം. ലൈറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ ഡൈനിങ് റൂം. ഇവിടേക്ക് ഇരുന്ന് കഴിക്കുന്നു. ഇത് ഗ്ലാസ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ പ്രത്യേകത ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് നല്ല പൊളി സാധനമാണ്. ഇത് ആപ്പിളിൻ്റെ ഓഫ് ബ്രാൻഡാണ്. ഇതാണ് സിങ്കിൻ്റെ ഏരിയ. പടീൻ്റെ അടിയിൽ ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട്. പാർച്ചേച്ചിക്ക് അറിയാമോ ഇത് ഓണാക്കാൻ? നോക്കട്ടെ. ബാക്കിൽ ഓഫാണ്. നോയിക്കോ. ചെറിയൊരു ലൂസ് കണക്ഷൻ ഉണ്ട്. അത് വെച്ചു. ഇത് ചിലപ്പോഴേ വർക്കാവുള്ളൂ. ലൂസ് കണക്ഷൻ ഉണ്ട് അതിന്. ഞാൻ കണ്ടില്ലേ ഒരു സെക്കൻഡിന്. ഇത് ഇനിയും വർക്കാവും. 3 കളേഴ്സ് ഉണ്ട്. വാം ഉണ്ട്, പിന്നെ കുറച്ചും കൂടി ലൈറ്റ് ഉണ്ട്, പിന്നെ നോർമൽ ലൈറ്റ് ഉണ്ട്. ഇതൊരു വേറെ റൂമാണ്. ഇവിടെ പറ്റൂല, ജീവിക്കാൻ പറ്റൂല. ഇവിടെയാണ് പൂച്ചേന്റെ ഫുള്ള് സീനാക്കുന്നത്. വല്യമ്മയുടെ റൂം. നമ്മുടെ ഇവിടെയാണ് ഞങ്ങളൊക്കെ ഫോട്ടോസ് ഉള്ളത്. കുറേ ഫോട്ടോസ് ഉണ്ട്. ഇതാ ഇവിടെ പൂച്ചേന്റെ ഭയങ്കര സ്മെല്ലാണ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകും. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. കിച്ചണിൽ ഇവിടെയൊക്കെയാണ് ചേന്തീൻ്റെ വീടുകൾ, സ്ഥലങ്ങളാണ്. ഇത് ഫ്രിഡ്ജ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ചൂടാക്കാൻ പറ്റിയിട്ടുണ്ട്. ചോറാണ്. ചോറ് പൊള്ളി. ഇവിടെയൊക്കെ ഇത് മേലെ സ്ഥലങ്ങളുണ്ട്. ഇനി പുറത്തേക്ക് ഇതൊരു ഒച്ചക്ക് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇത് ടോയ്ലറ്റ്. ഇതാ ഇത് ഇവിടെ. ഇതിട്ട് ഇത് പുറത്ത്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഫ്ലോറിലേക്ക് വിടാം. പടി കയറുന്നു. മേലോട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. ഇത് ഇനി പർച്ചേസ് എടുക്കും. സോ ഇനിയും ഒരു ഹാളാണ്. അപ്പം ഇവിടെ ഞങ്ങൾ ആൾക്കാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെയാണ് കളക്കുക. അല്ലെങ്കിൽ ഒരു വലിയൊരു ഹാളാണ്. ഇതൊന്നുമില്ല, റൂം സ്പ്രേ. പഴയതാണ് സ്റ്റൈലാണ്. ഇത് ഇവർ കിടക്കുന്ന റൂം. ഇവിടെ ഇവരുടെ ചെറിയ കുട്ടികൾ ഫോട്ടോസ് എടുക്കണം. പിന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്. ബാത്റൂം കാണിക്കണ്ട. പിന്നെ അങ്ങനെ ഒരു അലമാര പിന്നെ ഇവിടെ നോക്കിയാൽ അടിപൊളി സീനറി. രാത്രി പേടിച്ച് കിടക്കണം ഒരു വശം. പിന്നെ ഇത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പുറത്തത്തെ വ്യൂ കാണാം. ഒരു വശം കിച്ചണിൽ വവ്വാല് വന്നിട്ടുണ്ട്. നമ്മള് ഇങ്ങനെ ഞാൻ ഒരു ദിവസം വന്നപ്പോ പെട്ടെന്ന് മറന്നുപോയി. ഭയങ്കര ശല്യമാണ്. ലാസ്റ്റ് ഈ സ്ഥലമാണ്. ഞങ്ങളുടെ ബെഡ്റൂം ഉണ്ട് ഇപ്പുറത്ത്. ഇവർക്കാണ് AC മുഴുവൻ. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. ഞങ്ങളല്ലേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പൊ പണ്ട് ഞങ്ങളൊരു AC മേടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പണ്ടത്തെ ഫോട്ടോസാണ്. വേറെ ഒന്നുമില്ല. വേറെ എൻ്റെ പണ്ടത്തെ ടോയ് ആണ്. പിന്നെ ഗ്രൂട്ട്. പിന്നെ ഇവിടെ വാഷ്റൂം ഉണ്ടാകുന്നില്ല. പിന്നെ ഇവിടുന്നും അത്യാവശ്യം വ്യൂസ് കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ്. കുഴപ്പമില്ല. മുമ്പിൽ മരം സൂപ്പറാണ്. ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇതാണ് ഗൈസ് നിങ്ങളെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു
ഏരിയ എന്ന് പറയാം. ഞങ്ങൾക്ക് ഈ ഏരിയ ആണ് ഗൈസ് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം. ഇത് തുറക്കട്ടെ. ഇവിടെ ഒരു ബാൽക്കണി പോലെ. ഇവിടെ ഒന്നും വലിയ വ്യൂ ഒന്നും ഇല്ല, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഒരു പൂച്ച, 2 പൂച്ചക്കുട്ടികൾ. എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല. ഊഞ്ഞാലാണ് കേസ്, ഊഞ്ഞാൽ. പേടിപ്പിക്കും, എനിക്ക് പേടി കേട്ടോ. കുഞ്ഞ പൂച്ചകളും അവര് പോസ് ചെയ്യണം. ഇവിടെ അതാണ് ഈ ശല്യം, ഫുള്ള് പൂച്ചയാണ്. എവിടെ പൂച്ച? ആ റൂഫിന്റെ മേലെ പറഞ്ഞുണ്ടായിരുന്നു ചാടി. ഇപ്പൊ കാണാം അവിടെ. ഇത് കുഞ്ഞു പൂച്ച. അതാ പേടിച്ചു. ഇവിടെ ഇറങ്ങോട്ട് മതി. ഇത് കുഞ്ഞ പൂച്ചകൾ. കേൾക്കോ? അതന്നെ ഈ പൂച്ച കുഞ്ഞുങ്ങൾ. എനിക്കൊക്കെ ഭയങ്കര പേടിയാണ് പൂച്ചേനെ. ചാടി. മറ്റേ പൂച്ച ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് മെല്ലെ തടയ്ക്കാം. അതവിടെ നല്ല സുഖമായിട്ട് ഇരുന്നോട്ടെ. ഇതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് പൂച്ചേന്റെ ഇൻഫെക്ഷൻ. പിന്നെ കേസ് ഇവിടെ നോക്കൂ, ഫുള്ള് പൂച്ചക്കാട്ടങ്ങൾ. എന്താ പറയുക, ഇവിടെ ഞങ്ങൾ അധികം ആൾക്കാർ വരാറില്ല. ഞാൻ നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെ വീടാണ്. അതേപോലെ ഇവർ വന്നിട്ട് എറണാകുളത്തായതുകൊണ്ട് പിന്നെ അച്ചാച്ചൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ അച്ചാച്ചൻ ഇടയ്ക്ക് വലിയ നമ്മുടെ വീട്ടിലാണ് താമസിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ കുറേ മെമ്മറീസ്, അതുകൊണ്ട് കുറേ മെമ്മറീസ് ഞങ്ങൾ വരാറുണ്ട് ഗൈസ്. ഒരു മാസത്തിൽ അറിയില്ല അല്ലല്ല കാണില്ല. ഇത് മറ്റേ സ്റ്റാർ ഇല്ല ഗൈസ്. ഇപ്പൊ ചെറുതായിട്ടൊരു സ്റ്റാറിന്റെ ഒരു ഇത് കാണാനുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വല്ല കാണാണ്ട്. ഇവിടെ ലൈറ്റ് അടിച്ചിട്ട് ക്യാമറയിൽ ശരിക്കും കാണില്ല. ഇനി നമുക്ക് വലിയ സ്ഥലങ്ങളൊന്നും ഇല്ല ഗൈസ് പോകാനുള്ളത്. തറവാട്ടിലോ? അത് അടയ്ക്കണു. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ വന്നിട്ട് നമ്മൾ മെയിനായിട്ട് ഈ ഡോറൊക്കെ അടയ്ക്കണം ഗൈസ്. അപ്പോൾ അല്ലെങ്കിൽ പൂച്ചകളൊക്കെ വരും. ഇനിയും പ്രശ്നമാണ്. എല്ലാ ഡോറും നമുക്ക് അടയ്ക്കണം. നമുക്ക് അടിയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു വളക്കുണ്ട് ഗൈസ്. അത് കാണിച്ചിട്ടില്ല നേരത്തെ വീഡിയോയിൽ. അപ്പൊ ഇതാണ് കിച്ചണൊക്കെ കാണിച്ചു. വീഡിയോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ നല്ല ഇവിടെയാണ് നല്ല മാങ്ങ കിട്ടുന്നത്. നല്ല വലിയൊരു മാവുണ്ട്. ഇവിടെ നല്ല രസമാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക്